നമ്മളെല്ലാവരും കോമൺ ആയി ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സമാധാനവുമായിരിക്കണമെന്ന്. ഈ ആഗ്രഹം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകും. ഓരോരുത്തരുടെയും ആഗ്രഹത്തിന്റെ ഡെഫിനിഷൻ, സന്തോഷത്തിന്റെ ഡെഫിനിഷൻ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായിരിക്കണം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം സന്തോഷമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നു സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും കണക്റ്റഡ് ആണെന്ന്. എങ്ങനെ? പലരും പറയും സന്തോഷം വരുമ്പോഴാണല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്, അത് ഉറപ്പാണല്ലോ, സന്തോഷം വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വരും. ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ, സന്തോഷമായിരിക്കുന്നവർ ആണോ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലർ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവും, പക്ഷെ അവർ ഹാപ്പി ആയിരിക്കില്ല. എന്തിനോ ഒന്നിനു വേണ്ടി അവർ തിരയുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ മുഖത്തും അവരുടെ വാക്കുകളിലും ഒരു സങ്കടം, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. പക്ഷെ ചിലരോ, അവർക്ക് അത്ര സമ്പത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ വളരെ ഹാപ്പി ആയിരിക്കും, നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിൽ. ഈ രണ്ടു കൂട്ടരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അത്ഭുതം തോന്നും. എന്താണ് അതിന് കാരണം? അത്ര സമ്പത്തില്ലെങ്കിലും അവർ ഗ്രേറ്റ്ഫുൾ ആണ്. അവർക്കുള്ള അനുഗ്രഹത്തിന് അവർ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ അതിൽ ഹാപ്പിയാണ്. സന്തോഷമല്ല നമ്മളെ ഗ്രേറ്റ്ഫുൾ ആക്കുന്നത്, ഗ്രേറ്റ്ഫുൾനെസ് ആണ് നമ്മളെ ഹാപ്പി ആക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറഞ്ഞിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും തനിക്ക് എന്താണോ ഉള്ളത് ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറഞ്ഞിരുന്നില്ലേ? അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണും, ഗ്രാറ്റിറ്റ്യൂഡും സന്തോഷവും തമ്മിൽ ബന്ധമുണ്ടെന്ന്. നന്ദിയുടെ ഭാവമാണ് സന്തോഷത്തിന്റെ ഉറവിടം. എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കാനും ഹാപ്പി ആയിരിക്കാനും സാധിക്കും. അതിൻ്റെ ഒരു ടെക്നിക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നലെ ഞാൻ വളരെ മനോഹരമായ ഒരു ടെഡെക്സ് ടോക്ക് കണ്ടു. ബ്രദർ ഡേവിഡ് സ്റ്റൈൻഡൽ റാസ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെക്നിക്കിനെ കുറിച്ച്, സന്തോഷത്തിൻ്റെ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിൽ വിശദീകരിച്ചത്. അദ്ദേഹം ഒരു കാത്തലിക് മങ്കാണ്. വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹം വിവിധ തരം വിശ്വാസങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്ന് അദ്ദേഹത്തിന് 98 വയസ്സായി. അദ്ദേഹത്തിന്റെ ടെഡെക്സ് സ്പീച്ച് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സന്തോഷമല്ല നന്ദിയുടെ ഭാവം ഉണ്ടാക്കുന്നത്, നന്ദിയുടെ ഭാവമാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം പറയുന്നു, ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് സന്തോഷമായിരിക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. പക്ഷേ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഗ്രേറ്റ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, നമുക്ക് വളരെ വാല്യുബിളായ ഒരു കാര്യത്തിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വളരെ വില പിടിച്ച എന്തോ ഒന്ന് നമുക്ക് കിട്ടുന്നു, അതും ഒരു സമ്മാനത്തിന്റെ രൂപത്തിൽ. നമ്മളത് പൈസ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമുക്കൊരു ഗിഫ്റ്റായി ലഭിച്ചതാണ്. അങ്ങനെയുള്ളപ്പോൾ ഗ്രേറ്റ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഫീല് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകും. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഗ്രേറ്റ്ഫുൾനെസ് എന്നത്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഭാവം എന്നത് ഒരു മൊമെന്റിൽ, ഒരു പ്രത്യേക മൊമെന്റിൽ വന്നു പോകുന്നത് മാത്രമല്ല. അതായത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്ന സമയത്തോ വന്നു പോകുന്ന ഒന്നല്ല. ആ ഒരു ഭാവം, നന്ദിയുടെ ആ ഒരു ഭാവം നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കും. ഗ്രേറ്റ്ഫുൾ ലിവിങ്, ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതും ഇതിൻ്റെ ടെക്നിക്കിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് നൽകപ്പെട്ട ഓരോ നിമിഷവും ഒരു വലിയ സമ്മാനമാണ് എന്ന അവയർനെസ്സോടുകൂടി ജീവിക്കുന്നതാണ് ഗ്രേറ്റ്ഫുൾ ലിവിങ്. നമ്മളെല്ലാവരും ഒരുപാട് മൊമെന്റുകളിൽ കൂടി, നിമിഷങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ്. എത്രയോ മനോഹരമായ ഓർമ്മകൾ. പക്ഷേ ഈ ഒരു നിമിഷം, ഈ ഒരു വാല്യുബിളായ ഈ ഒരു പ്രസന്റ് മൊമെന്റ് നമുക്കിനി കിട്ടുമോ? അതിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ നിമിഷവും ഓരോ മൊമെന്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഈ ഒരു നിമിഷമില്ലെങ്കിൽ നമുക്കൊന്നും അനുഭവിക്കാനുള്ള അവസരമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിമിഷം വളരെ വിലപിടിച്ചതാണ്. ഒരു അനുഭവമാണിത്, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ്, ഫ്രീ ആയി നൽകപ്പെട്ടിട്ടുള്ള വില പിടിച്ച ഒരു മഹത്തായ സമ്മാനം ഈ ഒരു നിമിഷം. ബ്രദർ ഡേവിഡ് പറയുന്നു, നമുക്ക് നൽകപ്പെട്ട ഓരോ നിമിഷത്തിലും ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എന്ന നിധിയുണ്ട്. അദ്ദേഹം പറയുന്നു, ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ഈ ഒരു മൊമെന്റ് എന്ന ഗിഫ്റ്റിനുള്ളിൽ ഉള്ള
ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എന്ന ഗിഫ്റ്റ് കാരണമാണ്. ഓപ്പർച്യൂണിറ്റി ഈസ് ദ ഗിഫ്റ്റ് വിത്തിൻ എവറി ഗിഫ്റ്റ് ഓഫ് മൊമെന്റ്. തിങ്ക് അഗൈൻ. ഒന്ന് നമുക്ക് ചിന്തിക്കാം. എവറി മൊമെന്റ് ഈസ് എ ന്യൂ ഗിഫ്റ്റ്. ഓരോ മൊമെന്റും ഓപ്പർച്യൂണിറ്റി എന്ന സമ്മാനവുമായി വരുന്നതാണ്. ഈ ഒരു മൊമെന്റ് നമുക്ക് മിസ്സായി പോവുകയാണെങ്കിൽ അടുത്തൊരു മൊമെന്റ്, വീണ്ടും അടുത്തൊരു മൊമെന്റ്, അങ്ങനെ വരുന്ന അവസരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിച്ചുവെങ്കിൽ അതാണ് കീ ഫോർ ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ താക്കോൽ. ആ ഒരു മാസ്റ്റർ കീ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. എല്ലാ മൊമെന്റിലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ സാധിക്കുമോ? വയലൻസ്, ചൂഷണം, യുദ്ധം, പ്രിയപ്പെട്ടവരുടെ നഷ്ടം, ഈ സമയത്തെല്ലാം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ഈ സമയത്തെല്ലാം ഒരു മൊമെന്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ ആശ്വാസത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മൾ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ സാധിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ സാധിക്കും? ബ്രദർ ഡേവിഡ് പറയുന്നു, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉള്ള സമയത്തും നമുക്കൊരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് അവസരങ്ങളുമുണ്ടല്ലോ. ആ ഒരു മൊമെന്റിൽ നമുക്ക് അവസരങ്ങളുമുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ആക്ഷൻ എടുക്കുക. അതാണ് അദ്ദേഹം പറയുന്നത്. ആ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ഇടയിലും നമുക്കൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു മൊമെന്റിനുള്ളിൽ നിന്നും നമുക്കൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു അവസരം ലഭിച്ചതിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. കുറേ കഴിഞ്ഞ് ഒരു സമയം വരും, അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം വീടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നൊരു സമയം വരും. അന്ന് അദ്ദേഹം ചിന്തിക്കും, എങ്ങനെ ഞാൻ പിടിച്ചു നിന്നു, ശരിക്കും ഒരു ശക്തി തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ആ സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു ക്ഷമ, ഒരു ശക്തി, ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ഉപയോഗിച്ച് അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. ആ സമയത്ത് എന്താണോ വേണ്ടത് അത് അദ്ദേഹം ചെയ്യുന്നു. ആ മൊമെന്റിൽ അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങളെ അദ്ദേഹം നന്നായി ആക്ഷൻ എടുത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ഗ്രേറ്റ്ഫുൾനെസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുകൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും നമുക്ക് അവസരമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി. ബ്രദർ ഡേവിഡ് പറയുന്നു, സന്തോഷവും സമാധാനവും നമ്മൾ തേടിപ്പോകേണ്ട ആവശ്യമില്ല. അത് ഓരോ മൊമെന്റിലും ഉണ്ട്. ഓരോ മൊമെന്റിലും അതിനുള്ളിലുള്ള അവസരങ്ങളിൽ ഉണ്ട്. ആ അവസരങ്ങളിൽ നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, അവിടെയാണ് ഗ്രേറ്റ്ഫുൾനെസ് ഉള്ളത്, സന്തോഷമുള്ളത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു സിമ്പിളായ ടെക്നിക്ക് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്ക്. സ്റ്റോപ്പ്, ലുക്ക്, ഗോ. സ്റ്റോപ്പ്. എപ്പോഴെല്ലാം നമ്മുടെ ഈ ഒരു ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നു, നമ്മൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു ഓട്ടത്തിലാണ്, തിരക്കിലാണ്. നമ്മൾ അവസരങ്ങളെ മിസ് ചെയ്യുന്നു. കാരണം നമ്മൾ നിൽക്കാറില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ നിൽക്കണം, നമ്മൾ അവിടെ നിൽക്കണം. നമ്മൾ നമ്മുടെ ഓട്ടത്തിൽ ഒരുപാട് സ്റ്റോപ്പ് സൈൻസ് ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന്, തിരക്ക് പിടിച്ച് ഭക്ഷണം കഴിക്കുന്നു, മനസ്സിൽ വേറെ എന്തെല്ലാമോ ചിന്തകൾ. നല്ല രുചിയുള്ള ഭക്ഷണമായിരിക്കും, പക്ഷെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് സൈൻ വെക്കേണ്ടത്. ഇനി നിങ്ങളൊരു വാക്കിങ്ങിന് പോകുന്നു, നടക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾ നടക്കുമ്പോൾ, വാക്കിംഗ് ചെയ്യുമ്പോൾ അവിടെയുള്ള നല്ല കാഴ്ചകൾ, നല്ല കാറ്റ്, പ്രകൃതിയുടെ ഭംഗി, ഇതൊന്നും കാണുന്നില്ല. അവിടെയും നിങ്ങളൊരു സ്റ്റോപ്പ് സൈൻ വെക്കാം. ഇങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 5 സ്റ്റോപ്പ് സൈനെങ്കിലും വെച്ച് തുടങ്ങണം. പിന്നീടത് എല്ലാ മൊമെന്റിലും നിങ്ങൾ അറിയാതെ തന്നെ ആ സ്റ്റോപ്പ് സൈൻ പ്രവർത്തിച്ചു തുടങ്ങും. സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്തത് ലുക്കാണ്. തുറന്ന കണ്ണുകൾ കൊണ്ട്, ചെവികൾ കൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ ഓരോ സെൻസിനെയും നമ്മൾ ഷാർപ്പാക്കി ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. ആ ഒരു മൊമെന്റിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന അത്ഭുത നിധിയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ
ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എന്താണ് അതിൻ്റെ രുചി, ആരാണ് അത് നമുക്ക് ചെയ്തു തന്നത്, ആ ഒരു മൊമെൻറ്റിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ, ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അളവില്ലാത്ത ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വാക്കിംഗ് പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴും ഫോൺ ഉപയോഗിക്കാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നടക്കുമ്പോൾ അവിടുത്തെ കാഴ്ചകളുടെ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നടക്കുമ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ആ ഒരു ഗിഫ്റ്റിന് നമ്മൾ അറിയാതെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകും. ഇനി അടുത്തത് ഗോ. നമ്മുടെ ഹൃദയത്തെ, ശ്രദ്ധയെ തുറന്നു വയ്ക്കാം അവസരങ്ങൾക്ക് വേണ്ടി. നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു മൊമെന്റ് നമുക്കൊരു അവസരം നൽകും, നമ്മളെ ഇൻവൈറ്റ് ചെയ്യും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി, ആക്ഷൻ എടുക്കാൻ വേണ്ടി. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായ ഗോ. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് അത് നമുക്കൊരു ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കി ആ ഒരു മൊമെന്റിൽ അതിന് താങ്ക് യു പറയാം അത് നൽകിയവരോട്. അത് നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു സന്തോഷമാണ്. ആ സന്തോഷം നമ്മളിലും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് വാക്കിംഗ് ചെയ്യുമ്പോൾ പ്രകൃതി നമുക്ക് നൽകിയ ആ ഒരു ഗിഫ്റ്റിനും നമുക്ക് നന്ദി പറയാം. ഇനി ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതും നിങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ഉണ്ടാക്കും, സന്തോഷത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കും. കാരണം നമ്മുടെ കൂടെ ഉള്ളവർ ഹാപ്പി ആകുമ്പോൾ, സമാധാനമായിരിക്കുമ്പോൾ, അവർക്കൊരു ആശ്വാസം കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നമ്മളിലും ആ ഒരു സന്തോഷം വന്നെത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റോപ്പ് സൈൻസ് നമുക്ക് വേണം. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും സ്റ്റോപ്പ് സൈൻസ് വേണം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ആ ഒരു അവസരത്തിൽ, ആ ഒരു മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് നോക്കണം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നമ്മളത് ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യണം. നമ്മുടെ കൂടെയുള്ളവർ സന്തോഷമായിരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും സന്തോഷമായിരിക്കും. നമ്മളിലും ആ ഒരു സന്തോഷം വന്നെത്തും. സ്റ്റോപ്പ്, ലുക്ക്, ഗോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ടെക്നിക്കാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. കോവിഡ് കാലം നമുക്കെല്ലാം സമ്മാനിച്ചത് ഓരോ പുതിയ അനുഭവങ്ങളാണ്, ഒരുപാട് പാഠങ്ങളാണ് നമ്മൾ അതിൽ നിന്നും പഠിച്ചത്. ആ സമയത്ത് എനിക്ക് വന്നൊരു ഫോൺ കോളിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ. അതായത് ഞങ്ങൾക്കിപ്പോൾ സമയമേ പോകുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചത്. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതാണ് വിളിച്ചത്. ഇപ്പോൾ ഓരോരുത്തരെയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. ഒരു കോവിഡ് വരണോ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിക്കാൻ? ഒരു സ്റ്റോപ്പ് സൈൻ വെച്ചാൽ നമുക്ക് എപ്പോഴും സാധിക്കും. ജോലി തിരക്ക് കാരണം വിളിക്കാൻ സാധിക്കുന്നില്ല. ആ തിരക്ക്, ഈ തിരക്ക് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് വിളിക്കാൻ വേണ്ടി, നമ്മളൊന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ വേണ്ടി, നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. ആ ഒരു 5 മിനിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ സന്തോഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് എത്ര സന്തോഷമായിരിക്കും. ശരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തിരക്കുകൾ എന്ന് നമ്മൾ ഓടുകയാണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ സന്തോഷമായും സമാധാനമായും ഇരിക്കണമെന്ന്. പക്ഷെ ഈ തിരക്കൊന്ന് മാറ്റിവെച്ച് ഈ സ്റ്റോപ്പ് സൈൻസ് ഒന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും. ഡെയിലി ലൈഫിൽ ഒരുപാട് സ്റ്റോപ്പ് സൈൻസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് വെക്കണം, നമ്മൾ ജീവിക്കണം. ഓരോ മൊമെൻറ്റും, ഓരോ നിമിഷവും അത്ഭുതമാണ്, മനോഹരമാണ്. അവിടെയെല്ലാം നമ്മൾ സ്റ്റോപ്പ് സൈൻസ് വെക്കണം. നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അവിടെയാണ് സന്തോഷവും സമാധാനവും. അത് ഹാപ്പിനെസ്സിൻ്റെ സ്റ്റോപ്പ് സൈൻസ് ആണ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സ്റ്റോപ്പ് സൈൻസ് ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യും. ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.